പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിലെ ഏറ്റവും അതിപ്രധാനമായ നമ്മെ ആനന്ദിപ്പിക്കുന്ന നമ്മളെ ഹല്ലേലൂയ സ്തോത്രം കർത്താവിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു വചനഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനാധാരമായി റോമൻസ് 8:1 റോമർ റോമർ എഴുതിയ 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ. എത്ര ആനന്ദപ്രദമായ, എത്ര ഹല്ലേലൂയ സ്തോത്രം, വലിയൊരു വാഗ്ദത്തമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് അവിടെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം തന്നെ ഹല്ലേലൂയ സ്തോത്രം, ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അങ്ങനെയെങ്കിൽ ക്രിസ്തുയേശുവിൽ ഇല്ലാത്തവർക്കോ ശിക്ഷാവിധി ഉണ്ട് എന്ന് വളരെ വ്യക്തമാണല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ഇത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അത് അനുഭവമാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ഇന്ന് കർത്താവിൽ ശരണപ്പെടുന്നത്. അതിന് ഒരു ഉദാഹരണം സഹിതം ഹല്ലേലൂയ സ്തോത്രം വ്യക്തമാക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതായത് നമുക്കറിയാവുന്നതുപോലെ നോഹയുടെ കാലത്ത് വലിയൊരു ജലപ്രളയം വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ നമുക്കറിയാം ഹല്ലേലൂയ ആ ജലപ്രളയത്തിൽ ഹല്ലേലൂയ ചരാചരങ്ങളും മനുഷ്യനും സർവ്വചരാചരങ്ങളും ഹല്ലേലൂയ നശിച്ചു പോയപ്പോൾ ഹല്ലേലൂയ ആ 8 പേർക്ക്, നോഹയുടെയും കുടുംബമാകുന്ന 8 പേർക്ക് മാത്രമേ ഹല്ലേലൂയ അതിനെ അതിജീവിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ഹല്ലേലൂയ ആ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ കഴിഞ്ഞുള്ളൂ. അതെങ്ങനെയാണ്? ഹല്ലേലൂയ സ്തോത്രം. അത് യേശു ക്രിസ്തുവിൽ ഉള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല എന്ന് പറയുന്നത് പോലെ ഹല്ലേലൂയ ആ ന്യായവിധിയുടെ ആ സ്തോത്രം ജലപ്രളയത്തിൽ അവർക്ക് രക്ഷയായി വന്നത് എന്താണ്? ഒരു പെട്ടകമാണ്. ദൈവത്താൽ ഹല്ലേലൂയ സ്തോത്രം പ്ലാൻ ചെയ്ത ഹല്ലേലൂയ സ്തോത്രം ഒരു പെട്ടകത്തിലൂടെ അവർ രക്ഷ പ്രാപിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇതുപോലെയാണ് ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പറയുമ്പോൾ നാം ക്രിസ്തുയേശുവിലാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ളവരെല്ലാവരും ഹല്ലേലൂയ സ്തോത്രം സകല മനുഷ്യരാശിയെയും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന് വിരോധമായി, ദൈവത്തിന് ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ ഹല്ലേലൂയ ദൈവം നശിപ്പിക്കുമ്പോൾ, ശിക്ഷാവിധിയിലൂടെ നശിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ക്രിസ്തുയേശുവിലുള്ള ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമുക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതായത് ഹല്ലേലൂയ നോഹയുടെ നാളിൽ പെട്ടകത്തിൽ കൂടെ എങ്ങനെ അവർ രക്ഷ പ്രാപിച്ചു, അതുപോലെ ഈ നാളുകളിൽ യേശു ക്രിസ്തുവാകുന്ന പെട്ടകത്തിലായിരിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നുള്ളത് എത്ര ആശ്വാസപ്രദമായ വചനമാണ്. ദൈവത്തിൽ സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ വീണ്ടും പറയുന്നു, അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, ആക്ട്സ് 4:12 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യേശു ക്രിസ്തു എന്ന പെട്ടകത്തിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുള്ളൂ. യേശു ക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ എന്ന് വളരെ വ്യക്തമായി ഇതിൽ കൂടെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഹല്ലേലൂയ നമ്മോട് സംസാരിക്കുന്നു. യേശു കർത്താവ് തന്നെ പറഞ്ഞത് എന്താണ്? ഹല്ലേലൂയ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ജോൺ 14:6 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ജീസസ് saith unto him, I am the way, the truth and the life. ഹല്ലേലൂയ സ്തോത്രം. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു മാത്രമാണ് ഹല്ലേലൂയ വഴി, യേശു ക്രിസ്തു മാത്രമാണ് സത്യം, യേശു ക്രിസ്തു മാത്രമാണ് ജീവൻ എന്നാണ്. ഹല്ലേലൂയ സ്തോത്രം. അതിൽ യാതൊരു ഓൾട്ടർനേറ്റീവും അവിടെ ഹല്ലേലൂയ ഇല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. അവനെ കൂടാതെ ഹല്ലേലൂയ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പിതാവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് ഷോർട്ടായിട്ടൊരു മെസ്സേജ് ആണെങ്കിലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ നമ്മൾ ഊന്നിക്കൊണ്ട് ജീവിക്കുമ്പോൾ ഹല്ലേലൂയ ഈ ശിക്ഷാവിധിയിൽ നിന്ന് ഹല്ലേലൂയ നമ്മൾ രക്ഷിക്കപ്പെടുവാൻ യേശു ക്രിസ്തുവിലായിരിക്കണം എന്ന് നാം ഹല്ലേലൂയ വ്യക്തമായി മനസ്സിലാക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.